ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ എളിയ വന്ദനം. കർത്താവിൻ്റെ സ്നേഹം, കാൽവറിയിൽ വെളിപ്പെട്ട സ്നേഹം, കർത്താവിന് സ്തോത്രം. സ്വർഗത്തിൻ്റെ മഹിമകൾ വിട്ട് ഈ തിന്മകളും കഷ്ടതകളും ദുരിതങ്ങളും വേദനകളും നിറഞ്ഞതായ ഭൂമിയിലേക്ക് നമ്മെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ഇറങ്ങി വന്ന നിത്യസ്നേഹം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു സ്നേഹമാണ്. യേശുവിന് സ്നേഹമുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും ആസ് എ ഹോൾ യേശു സ്നേഹമാണ്. ഏത് വ്യൂവിലൂടെ നാം നോക്കിയാലും യേശുവിൽ സ്നേഹമാണ് നിറഞ്ഞിരുന്നത്. ആ സ്നേഹം ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തെ ഒരിക്കലും അടക്കി വയ്ക്കാൻ കഴിയുകയില്ല. അന്നത്തെ യഹൂദ സമൂഹം സ്നേഹമായ ക്രിസ്തുവിനെ ക്രൂശിച്ചു, സ്നേഹമായ ക്രിസ്തുവിനെ അടക്കം ചെയ്തു. പക്ഷേ കല്ലറകൾക്ക് ആ സ്നേഹനിധിയായ യേശുവിനെ അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. മൂന്നാം നാൾ കല്ലറകളെ തട്ടിത്തകർത്തുകൊണ്ട് ഈ സ്നേഹനിധിയായ യേശു ഉയർത്തെഴുന്നേറ്റു. സ്നേഹം മാത്രം വിതറിക്കൊണ്ട് പിന്നെയും യേശു സഞ്ചരിച്ചു. സ്നേഹനിധിയായ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മഗ്ദലക്കാരത്തെ മറിയയുടെ അടുക്കലേക്ക് ചെന്ന് തന്നെ കാണുവാൻ തന്നെ സ്നേഹിച്ച ആ മഗ്ദലക്കാരത്തെ മറിയയുടെ അടുക്കൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് മറിയേ എന്ന് വിളിച്ചു. അതെല്ലാം സ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു. യഹൂദന്മാരെ പേടിച്ച് ഭയപ്പെട്ട് വിറച്ച് പേടിച്ച് ഒരു മുറി അടച്ച് ഇരുന്ന തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ യേശു അവരുടെ നടുവിൽ നിന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനമെന്ന്. എല്ലാം സ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു. കർത്താവിന് സ്തോത്രം. തിബരിയാസ് കടൽക്കരയിലേക്ക് ഇറങ്ങിപ്പോയ പത്രോസിനൂടെ യോഹന്നാനും അങ്ങനെ മറ്റ് അനേക ശിഷ്യന്മാർ പോകാനിടയായി. അതാണ്ട് 7ഓളമാണെന്നാണ് എൻ്റെ ഓർമ്മ. 7ഓളം ശിഷ്യന്മാർ അവർ പോയി, യേശുവിനെ വിട്ടിട്ട് പോയി. ഒരിക്കൽ വിട്ടുകളഞ്ഞ പടകും വലയും അതെല്ലാം തിരികെ എടുത്ത്, ഒരിക്കൽ ഉപേക്ഷിച്ചത് തിരികെ എടുത്ത് പഴയ തൊഴിലിലേക്ക് പോയ പത്രോസിനെയും കൂട്ടരെയും അന്വേഷിച്ച് യേശു തിബരിയാസ് കടൽക്കരയിൽ ചെന്നു. ആ സ്നേഹനിധിയായ യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു. സ്നേഹം, കുഞ്ഞുങ്ങളെ, പിന്മാറിപ്പോയവരെയും കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചടുപ്പിക്കുന്ന സ്നേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു സ്നേഹം മാത്രമാണെന്ന്. പിന്മാറിപ്പോയവരോട് മാനുഷ്യമായി നോക്കിയാൽ നമുക്ക് അകൽച്ച വരാം. പക്ഷെ യേശുവിന് അങ്ങനെയില്ല. പിന്മാറിപ്പോയവനും മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ നിത്യസ്നേഹം, നിസ്തുല സ്നേഹം. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല കർത്താവേ. അവരുടെ അവസ്ഥ, ആ സ്നേഹം വ്യാപരിച്ചപ്പോൾ, അവരെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചപ്പോൾ അവരത് അനുഭവിച്ചു. അപ്പോൾ അവരുടെ ഹൃദയം തുറന്ന് അവർ പറഞ്ഞു, ഇല്ല കർത്താവേ. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയും, അവരെ കരയിൽ കയറി വന്നപ്പോൾ അപ്പവും മീനും അവർക്ക് വേണ്ടി കർത്താവ് കരുതി. അതും സ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു. ഞാൻ എൻ്റെ യേശുവിനെ ചുറ്റിപ്പറ്റി നിങ്ങളോട് ഓരോ വാക്കുകൾ പറയുമ്പോൾ എനിക്ക് മറ്റൊന്നും പറയാനില്ല. എൻ്റെ യേശു സ്നേഹമാണ്. ആ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ആ സ്നേഹം അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. മറ്റൊന്നും എനിക്ക് ലക്ഷ്യമില്ല. വേറെ യാതൊരു ലക്ഷ്യവും ഭാഗ്യവശാലില്ല. ഒരു ഉന്നതനാകാനല്ല, പണം ഉണ്ടാക്കാനല്ല, പ്രശസ്തി നേടാനല്ല. എന്നെ സ്നേഹിച്ച ഒരു സ്നേഹമുണ്ട്. എനിക്കറിയാം, 19-ാമത്തെ വയസ്സിൽ ഞാനൊരു അനാഥനെ പോലെ തലമുമ്പിട്ട് നടന്നപ്പോൾ, ഞാൻ മുന്നോട്ട് നോക്കിയാൽ ഒന്നിനും സാധ്യതയില്ലാത്ത സമയത്ത് എന്നെ തേടി വന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയുകയില്ല. ആരെല്ലാം മറന്നാലും എന്നെ മറക്കാത്ത സ്നേഹനിധിയായ യേശുവിൻ്റെ സ്നേഹം അതെൻ്റെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അനേക ദൈവമക്കളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിലേക്ക് പോയവർ അവരെങ്ങനെയെങ്കിലും മടങ്ങി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കർത്താവിൻ്റെ ആഗ്രഹമാണെന്ന് എനിക്കറിയാം. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉള്ളം തരളിതമാകും. കർത്താവിന് സ്തോത്രം. കാരണം ഇതൊരു വാക്കല്ല, ഇതൊരറിവല്ല, ഇതൊരനുഭവമാണ്.
ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, വന്ന് പ്രാതൽ കഴിച്ചോൾവീനെന്ന്. കർത്താവ് അവർക്ക് വേണ്ടി അതും കരുതി. അവർക്ക് പ്രാതൽ കഴിക്കാനുള്ളത്, അതിനുവേണ്ടി അവര് ആ തിബരിയാസ് കടൽക്കരയിൽ, ആ കടലിൽ അവര് മീൻ പിടിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. പക്ഷേ അവർ കഷ്ടപ്പെടുന്നതിൽ കൂടുതലായി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്നേഹനിധിയായ യേശു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളൂ എന്ന്. എന്തൊരു കരുതുന്ന സ്നേഹം, കാക്കുന്ന സ്നേഹം, പിന്നാലെ വരുന്ന സ്നേഹം, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് സ്നേഹിക്കുന്ന നിസ്തുല സ്നേഹം. സ്തോത്രം. അവര് കയറി വന്നു. തുടർന്ന് നാം പിന്നീട് അടുത്ത പാരഗ്രാഫിൽ കാണുന്നത്, എല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ സ്നേഹനിധിയായ യേശു പത്രോസിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതാണ്. പത്രോസിനറിയാം, പത്രോസിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞു. 1 അല്ല 2 അല്ല 3 വട്ടം തള്ളിപ്പറഞ്ഞു, പ്രാഗി ആണയിട്ടു. പത്രോസിന് ഒരല്പം ലജ്ജയുണ്ടോ? എന്നാൽ ലജ്ജയില്ലെന്നാണ് എൻ്റെ ചിന്ത. കാരണം പത്രോസ് അതിദുഃഖത്തോടെ പുറത്തുപോയി കരഞ്ഞു എന്നാണ് പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലിന് ശേഷം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കരച്ചിൽ അനുതാപത്തിൻ്റെ കരച്ചിലായിരുന്നു. അതേ പ്രിയരെ, ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അനുതാപത്തോടെ നാം കരഞ്ഞാൽ, യേശുവിൻ്റെ പാദം കണ്ണുനീരുകൊണ്ട് കഴിയാൽ, അപ്പോൾ ആ സംഭവിച്ചെല്ലാം സംഭവിച്ചു, ഇനിയൊന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല, ഞാൻ ഇനി കർത്താവെ അങ്ങേ തള്ളിപ്പറയില്ല എന്ന് ആ കരച്ചിലൂടെ ആ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വെളിപ്പെട്ടാൽ കർത്താവ് അത് കഴിയി തന്നതാണ്. എങ്കിലും നേരെ പിന്നെ കർത്താവിനെ കാണുകയാണ്. സ്തോത്രം, കർത്താവിന് സ്തോത്രം. പിന്നീട് ഈ സ്നേഹനിധിയായ യേശുക്രിസ്തു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ ചോദിക്കുകയാണ്, വ്യക്തിപരമായി ചോദിക്കുകയാണ്. ആര്? സ്നേഹത്തിന്റെ ഉറവിടമായ ക്രിസ്തു പത്രോസിനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിന്റെ ഹൃദയം ഒന്ന് ചഞ്ചലിച്ചോ? ഹൃദയം ഒന്ന് വിതുമ്പിയോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിന് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാനിവനെ അറിയില്ല എന്ന് ആ ബാലിക്കാരത്തിന്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞതാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് യേശു ചോദിച്ചു. പത്രോസ് പെട്ടെന്ന് ഇളകി. പത്രോസിന്റെ ഉള്ളൊന്ന് ചലിച്ചു. ഞാൻ എന്ത് പറയും? ഞാൻ തള്ളിപ്പറഞ്ഞവനല്ലേ? ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ് പ്രാഗിയവനല്ലേ? എല്ലാം യേശു കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ എന്ത് പറയും? കർത്താവേ എന്ന് പറഞ്ഞു. പിന്നെ യേശു ചോദിക്കുകയാണ്, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും കർത്താവ് ചോദിക്കുന്നു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന്. അതേ, നമ്മോടും കർത്താവിന് അതേ ചോദ്യമുള്ളൂ. നിങ്ങളുടെ പണം യേശു ചോദിക്കുന്നില്ല. നിങ്ങൾ കൊടുക്കുന്ന പണം, അയ്യോ എനിക്ക് പണം കൊണ്ടുപോവാ എന്ന് പറയുന്നവനല്ല യേശു. യേശുവിന് ഒന്നേ വേണ്ടൂ, നമ്മുടെ സ്നേഹം. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇപ്പോൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങളോട് എൻ്റെ യേശുവിന് ഒന്നേ ചോദിക്കാനുള്ളൂ. മോനെ, നിന്റെ മറ്റൊന്നും യേശുവിന് വേണ്ട. നീ കൊടുക്കുന്ന കണ്ടുകാഴ്ചകളൊന്നും അല്ല യേശുവിന് വേണ്ടത്. നിന്നെ തന്നെയാണ് യേശുവിന് വേണ്ടത്. നിന്റെ സ്നേഹമാണ് യേശുവിന് വേണ്ടത്. ദൈവസ്നേഹത്തിന്റെ ആഴം മനുഷ്യ സ്നേഹത്തിന്റെ ആഴത്തെ വിളിക്കുന്നു. ദ ഡീപ് കോളത്ത് ദ ഡീപ് എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദ ഡീപ് കോളത്ത് ദ ഡീപ്, ആഴിയെ വിളിക്കുന്നു, ആഴത്തെ വിളിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ആഴം മനുഷ്യ സ്നേഹത്തിന്റെ ആഴത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ, തന്നിലേക്ക് അടുപ്പിക്കുവാൻ നിത്യനായ ദൈവം മനുഷ്യനെ മാടി വിളിക്കുന്നു. വരൂ. വേദപുസ്തകത്തിൽ എത്രയോ സ്ഥലത്ത് വരുവീൻ, വരൂ എന്നെല്ലാമുള്ള ദൈവശബ്ദം നമുക്ക് വായിക്കാൻ കഴിയും. എന്താണ് പ്രിയരെ? നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒടുവിലായി പത്രോസ് സ്ലീഹയോട് ചോദിച്ചു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ഒന്ന് തകർന്നു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. ഉണ്ട്. തള്ളിപ്പറഞ്ഞപ്പോഴും പത്രോസിനുള്ളിൽ യേശുവിനോടൊരു സ്നേഹമുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ,
ആ സ്നേഹം നിങ്ങൾ തള്ളിക്കളയരുത്. യേശുവിനോടൊരു സ്നേഹം വേണം. യേശുവിൻ്റെ സ്നേഹം മറ്റാരിലേക്കും പോകരുത്. യേശുവിൻ്റെ സ്നേഹം മറ്റ് വിശുദ്ധന്മാരിലേക്ക് പോകരുത്. യേശുവിൻ്റെ സ്നേഹം, യേശുവിനെ സ്നേഹിക്കേണ്ട സ്നേഹം നിങ്ങൾ പകുത്ത് ദൈവദാസന്മാർക്കോ അഭിഷിക്തന്മാർക്കോ ദൈവവചനം പറയുന്നവർക്കോ മറ്റാർക്കും കൊടുത്തു പോകരുത്. അത് അപകടമാണ്. യേശുവിനോടുള്ള സ്നേഹം അത് യേശുവിന് മാത്രമായിരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം. കാരണം കാൽവറിയിൽ ജീവൻ തന്നത് യേശു മാത്രമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ അഭിഷിക്തരും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. സത്യം, നമുക്ക് അവരോട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ആത്യന്തികമായി സ്നേഹിക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. ഈ സ്നേഹനിധിയായ യേശു ഇപ്പോൾ പ്രിയ മകനെ, പ്രിയ സഹോദര, നിന്റെ അരികിൽ വന്നിട്ട്, പ്രിയ മകളെ നിന്റെ അരികിൽ വന്നിട്ട് അവൻ നിന്നോട് മന്ദമായ നിന്റെ കാതുകളിൽ പറയുന്നു, മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആരും സ്നേഹിക്കാനില്ലാത്ത മകളെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് യേശു പറയുന്നു. ആ യേശുവിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാമോ? ഒരുപക്ഷെ പുറമേ ആ ശബ്ദം കേട്ടില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിധ്വനിയാണ്, ആ മാറ്റൊലിയാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തോട് ക്രിസ്തു സംസാരിക്കുന്നു. ഞാനത് അനുഭവിക്കുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എൻ്റെ യേശു സംസാരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. പാവപ്പെട്ട അടിയൻ്റെ നാവിലൂടെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ ഏതെങ്കിലും വലിയ കാര്യങ്ങൾ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എനിക്കറിയാം, ഒരു തത്വചിന്ത പറഞ്ഞില്ല, വചനത്തിൽ നിന്നും ഒരു വിഷയമെടുത്ത് പോലും പറഞ്ഞില്ല. പറഞ്ഞു തുടങ്ങിയപ്പോൾ, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ തന്നെ നിർത്തിക്കൊണ്ട് പാവപ്പെട്ട അടിയനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. അത് ഞാൻ അറിയുന്നു, അത് ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ ഈ മൺകൂടാരത്തിൽ ഞാൻ ആ സ്നേഹം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അത് ശബ്ദമായി ഹല്ലേലൂയ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അതേ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എപ്പോഴവരെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ഏത് തള്ളിപ്പറഞ്ഞവനെയും സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. 100 ആടുണ്ടെങ്കിൽ അതിൽ 1 കാണാതെ പോയാൽ 99 അവിടെ വഴിയിൽ വിട്ടിട്ട്, മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒരാടിനെ തേടി പോകുന്ന എൻ്റെ യേശുവിനെ എനിക്കറിയാം. എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ എനിക്ക് പരിചയമുണ്ട്. ഇപ്പോൾ നിങ്ങളെ തേടി വന്നിരിക്കുന്നു. പിന്മാറ്റക്കാരനായ യുവാവേ, പിന്മാറ്റത്തിലേക്ക് പോയ പ്രിയ സഹോദര, പിന്മാറ്റത്തിലേക്ക് പോയ പ്രിയ സഹോദരി, പഴയ ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ട് ഇനി ഇങ്ങനെ ഒരു ആത്മീയം വേണമോ? ആത്മീയം മടുത്തു. ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോയിട്ട് എനിക്ക് എന്ത് കിട്ടി? എനിക്കിന്നും പ്രതിസന്ധിയല്ലേ? എനിക്കിന്നും കടമല്ലേ? എനിക്കിന്നും ഞെരുക്കമല്ലേ? എനിക്കിന്നും രോഗമല്ലേ? എനിക്കിന്നും കഷ്ടപ്പാടല്ലേ? ഈ യേശു സ്നേഹമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു എന്ന് ചോദിച്ച് ദൈവത്തെയും പഴി പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളറിയൂ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളെ വാരി പുണരുവാൻ, നിങ്ങളുടെ മേൽ തൻ്റെ ആണിപ്പഴുതൽ രമിക്കുവാൻ തൻ്റെ കര ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളൊന്നും പറഞ്ഞാൽ, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ, നിങ്ങളുടെ സമർപ്പണ പറഞ്ഞാൽ, ആ ഉയർന്നിരിക്കുന്ന കരം നിങ്ങളുടെ ശിരസിൽ വരും. ആ യേശുവിൻ്റെ കരം നിങ്ങളുടെ ശിരസിൽ വന്നാൽ അവിടെ സൗഖ്യമാണ്, അവിടെ വിടുതലാണ്, അവിടെ സമാധാനമാണ്, അവിടെ സന്തോഷമാണ്, അവിടെ കൃപയാണ്, അവിടെ ചൈതന്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നിങ്ങൾക്കൊന്നു പറയാമോ? എൻ്റെ സ്നേഹനിധിയായ യേശുവേ, കാൽവറിയിൽ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ചതുകൊണ്ട്, എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും, യേശുവിന് വേണ്ടി ജീവിക്കും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ഭൂമിയിൽ ആർക്ക് വേണ്ടി ജീവിച്ചാലും അവരെല്ലാം മൺമറഞ്ഞു പോകും. എന്നാൽ യേശുവിന് വേണ്ടി ജീവിക്കുക ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ആ സൗഭാഗ്യമാണ് നിങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കാൻ താല്പര്യമുള്ളവർ തങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹം തന്നെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് അവിടുത്തെ സ്നേഹം ആകർഷിച്ച് കർത്താവിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്ത കർത്താവിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ ആണിപ്പഴുതുള്ളവരെ അവരുടെ മേൽ വെക്കണമേ. കർത്താവിൻ്റെ കരം തൊട്ടാൽ അവിടെ സൗഖ്യമാണ്, അവിടെ വിടുതലാണ്, അവിടെ എല്ലാത്തിനും പരിഹാരമാണ്. നാഥ, ആ പൊന്നുകരം നീട്ടി ഈ പ്രിയ മക്കളുടെ ശിരസിൽ വെക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് ഉത്തരം തരും.
ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.